Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഷിജു ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു തക്കാളിക്കറി വേണം എന്നുള്ളത്. അപ്പോൾ ഷിജു ചേട്ടനാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തക്കാളിക്കറിയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും പിന്നെ ചപ്പാത്തിയോ എന്തും ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ടൊരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചിയാണ്, അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി ചൂടായി വരട്ടെ. ഇഞ്ചി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 തക്കാളിക്ക് 2 സവോള മതിയാവും. ഞാൻ 4 ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 2 സവോള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 മീഡിയം സൈസ് തക്കാളിയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. ഇതൊരു മീഡിയം സൈസ് തക്കാളി ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാൻ, സവോളയുടെ ടേസ്റ്റ് അല്ല മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ തക്കാളി എപ്പോഴും സവോളയേക്കാൾ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് തക്കാളി വാടി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പം തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകരുത്, കാരണം നമ്മൾ ഇനി ഇത് ഗ്രേവിയാക്കി തിളപ്പിക്കാനുള്ളതാണ്. ഗ്രേവിയൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തിളപ്പിക്കാനുള്ളത്. അപ്പോൾ അത് വെന്തങ്ങ് കലങ്ങി കംപ്ലീറ്റ് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2 തൊട്ട് 2.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി കൂടി പോകരുത്. നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, ഇത്രയും സാധനങ്ങളെ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടികളൊന്ന് ചൂടായി വരണം. അപ്പോഴേ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ 2-ാം പാലെന്നൊന്നും ഇല്ല, എല്ലാം കൂടെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മതി, ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ. ഇനി തേങ്ങാപ്പാൽ ചേർക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ പശുവും പാലില്ലേ അത് ചേർത്താലും മതി, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാലാണ് കുറച്ചുകൂടെ ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് സവോള വഴറ്റിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പോരാത്ത ഉപ്പ് മാത്രം ഇപ്പം ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് പിടിച്ചു വരും. അപ്പോൾ അതുവരെ, അല്ലാതെ തിളച്ച ഉടനെ എടുക്കരുത്, അപ്പോൾ തേങ്ങാപ്പാലൊന്ന് പിരിഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെ ചെയ്യരുത്. നന്നായിട്ടൊരു 3-4 മിനിറ്റ്
ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ടത് വറ്റി ആ ഒരു തക്കാളിയുടെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇറങ്ങി കിട്ടും. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇത്ര നേരം ഇരുന്നാൽ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ നല്ല റോസ്റ്റ് പോലെ ഇരിക്കും. അധികം ഗ്രേവി ഇല്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാലോ തേങ്ങാപ്പാലോ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്തായാലും ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്